കൊല്ലു മാഫി മുഷ്കിൽ. ഈ ഫോട്ടോയിൽ കാണുന്ന ആ വ്യക്തിയെ സ്വയം തങ്ങളെന്ന് അറിയപ്പെടുത്തുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കറിയുമല്ലോ. ആരെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലേയില്ല. ഇതാണ്. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, കുറേ സംസാരിക്കാണ്ട് ഇതിനെ പറ്റിയിട്ട്. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറയാറുണ്ട്. 90% ആൾക്കാരും എന്നെ ചിലപ്പോൾ ചീത്ത പറയും. 25 ആൾക്കാർ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എന്നാലും സാരമില്ല. ഇതാണ് നമ്മളുടെ നൂറുൽ ഹബീബി എന്ന സയ്യദ് ആറ്റക്കോയ തങ്ങളുടെ പൊന്നാര അനിയൻ. ഇപ്പം മൂപ്പര് തുടങ്ങിയിട്ടുള്ളത് നൂർ ഏർവാടി മജ്ലിസ്. ഓക്കെ, ഇത് കാണുമ്പോൾ ഇല്ലേ, ചില സമയത്ത് നമ്മൾ ഇസ്ലാമിൽ എത്രത്തോളം ചില ആളുകൾ ദീന് വിറ്റിട്ട് കാശുണ്ടാക്കുന്നു എന്നൊരു ചിന്താഗതി തോന്നല് നമ്മൾക്ക് തോന്നിപ്പോന്ന്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണോ? ഞാൻ പറയാനുള്ള കാരണം, ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് അറിയാണ്ട്. ഇത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കിയോ. പിന്നെ സയ്യിദാവുകളുടെ ബർക്കത്തും സ്വലാത്തുൽ ഫാത്തിഹയുടെ അനുഗ്രഹങ്ങളും അൽഹംദുലില്ലാഹ് ഒരു ഉമ്മാക്ക് ഫളല് കിട്ടി. റാഹത്തോടെ ഫളല് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലും അല്ലാഹു ഖൈർ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇമ്മാക്ക് ആഫിയത്ത് ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമ്മ എവിടെ സ്ഥലം? ഓക്കെ, ഇതെന്താണ് സംഭവം എന്നറിയാം. ആ ഉമ്മാക്ക് ഫളല് കിട്ടിയെന്ന്, ഉമ്മാൻ്റെ എന്തോ ഒരു കാര്യം ശരിയാവാത്തത് കൊണ്ട് ശരിയായി, അതിനുശേഷം നന്ദി രേഖപ്പെടുത്താനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. എന്താല്ലേ കാണുന്നുള്ളത്? ശരിക്കുമുള്ളൊരു പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു ഏതെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും പറയാനും വേണ്ടിയിട്ട് അവിടേക്ക് പോയിട്ടാകുമ്പോൾ ഇല്ലേ, ആ പണ്ഡിതന് നമ്മൾക്ക് ചിലപ്പോൾ ഖുർആൻ ഓതാനും വേണ്ടിയിട്ട് തരും. ഖുർആനുള്ള ആയത്തുകളിൽ നിന്ന് ഷിഫ നൽകാനുള്ള അതൊരുപാട് നമ്മൾ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള വെള്ളം കുടിച്ചിട്ടാക്കാനും വേണ്ടിയിട്ട് സലാത്ത് ചെല്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് നമ്മൾ അവിടെ വീട്ടിൽ പോയിട്ട് ചെയ്യും. അത് അൽഹംദുലില്ലാഹ് ചില ആൾക്കാർക്ക് സുഖമാവുന്നു. പക്ഷേ ഇതൊരു ബിസിനസ് തന്നെയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ ഉമ്മ സുഖമായി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടാകുമ്പോൾ അവിടെ വീഡിയോ എടുത്തിട്ട് ജനങ്ങളെ കാട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെ ആ ജനങ്ങളെ കാട്ടിക്കാനുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ തന്നെ പറയൂ. അതിൽ ഉദ്ദേശമുണ്ട്. കാരണം നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നത് അല്ലേ? അതല്ലേ ഉദ്ദേശം. ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? ഇപ്പം നമ്മളൊരു പരസ്യം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മളതുണ്ടാക്കിയിട്ട് നമ്മളതിന് പരസ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻകമിങ് കിട്ടും. അതുപോലെയാണ് ഈ പ്രൊഡക്റ്റ് പരസ്യം ചെയ്യുന്ന മാതിരിയല്ലേ. അപ്പോൾ ഇത് ദീനിന് വിറ്റിട്ട് കാശുണ്ടാക്കാനും ഇവർക്ക് കൂടുതൽ ആളുകളും വരാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലിയാൽ ഒരുപാട് കൂലികൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഔലിയാക്കന്മാർക്ക് ഫാത്തിഹ ഓതിയെങ്കിലും അങ്ങനെയുള്ള പല ഗുണങ്ങളും നമ്മൾക്ക് കിട്ടുന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ വീണ്ടും 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 കാട്ടിച്ചിട്ട് എന്തിനാണ്? നിങ്ങളെ ബിസിനസ് ഇത് ബിസിനസ്സാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയേണ്ടത്? നമ്മളിത് ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പാടില്ല. എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് അങ്ങനെ സുഖമായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ വീണ്ടും പോയിട്ട് നിങ്ങൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പറയണമായിരുന്നു വീഡിയോ. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ആരടുത്ത്? ഈ മൂപ്പരടുത്ത് തന്നെ. എൻ്റെ ഹൈന്ദവരായ സഹോദരിമാരും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹൈന്ദവരായ ഇയാൾ ഈ മൂപ്പര് ഒരു തങ്ങളാണെന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് മറ്റ് അന്യ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കാനല്ല പാടണ്ട. ഇത് നോക്കിയോ നിങ്ങളൊരു വീഡിയോ. സലാത്തുൽ ഫാത്തിഹന്റെ ബർക്കത്ത് എന്തായാലും ഉണ്ടെന്ന് നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കിയത് നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കിയോട്ടാ. ഒരു മിനിറ്റ്. അതുപോലെ ശുഹദാക്കളുടെ അനുഗ്രഹങ്ങളും വീണ്ടും ഞങ്ങളൊരു ചേച്ചിക്ക് വലിയ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ വന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നിട്ട് നല്ല ഫളില് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അറിയിക്കാൻ വന്നത് സന്തോഷത്തോടെ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുക്കട്ടെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നോ? എന്തിനാ വന്നത്? എങ്ങനെയുണ്ട്? പിന്നെ എന്താണ് ചേച്ചി കുടുംബകലഹം? ഒന്നാമത്തെ കാര്യം, 2 ഏട്ടന് ജോലി ഇല്ലാതെ വളരെ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് കൊടുത്ത ഷാഹിദങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു. ചേച്ചി അതുപോലെ ചെയ്തു. അൽഹംദുലില്ലാ. അപ്പൊ റാഹത്താണ്, സന്തോഷത്തോടെ വന്നത്. അപ്പൊ ഒക്കെ റാഹത്തായില്ല, തീർന്നില്ല. ഒരു മൂലം നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഇവിടേക്ക് ഒരു നേർച്ചയാക്കി ചെയ്തു. അപ്പൊ തന്നെ ആ മൂലം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലാഹു കൊടുക്കട്ടെ, സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയൊക്കെ ഫളില് പറയാൻ അല്ലാഹു വായു കൊടുക്കട്ടെ. നിങ്ങളൊക്കെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്താം. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയും ഫളില് പറയാനും വേണ്ടിയിട്ടുള്ള ഭാഗ്യം കൊടുക്കട്ടെ. ഇങ്ങനെ ഫളില് വന്നിട്ട് പറയുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ജനങ്ങളിലിടയിലേക്ക് എത്തിച്ചിട്ട് നിങ്ങളെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റും. അല്ല എൻ്റെ ഉസ്താദ, എന്ത് ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത്? തങ്ങൾ തന്നെ വിളിക്കാം. എത്രത്തോളം മതം പതിച്ച് പോയല്ലേ ചില ആളുകൾ. ഇതിനെന്ത് എതിർക്കാൻ ആരുമില്ലേ? എന്താണ് സംഭവം? പക്ഷേ അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഫളില് പറയാനും വേണ്ടിയിട്ട് തിരിച്ച് വന്നിട്ടാകുമ്പോൾ ഇവർ വീഡിയോ എടുത്തിട്ട് ഫുള്ള് പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. എന്തിനും വേണ്ടിയിട്ടാണ്? നിങ്ങളെ ബിസിനസ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടല്ലേ? നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? അങ്ങനെ പറയാം സഹോദരി, നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹം സാധിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞുകൂടെ? ഇപ്പോൾ അവർ നിന്നിട്ടുള്ളത് കാണുന്നില്ലേ? ആ സഹോദരിയും ഈ തങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്ന നേരെ സ്ട്രൈറ്റായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഇതാകണം. പിന്നെ ഒരു കാര്യം പറയാൻ വെച്ചാൽ മൂപ്പര് വീട് കൂടിയാന്ന് ഈ മാസം എന്തോ മൂപ്പരുടെ വീട് കൂടിയിരിക്കലെന്ന് തോന്നും. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട് കൂടിയിരിക്കലിനെ പറ്റിയിട്ട് എല്ലാവരും ക്ഷണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റും. അപ്പം അതിലും വരുന്ന കമൻറ്റുകൾ യാ പടച്ചോനെ. എന്നിട്ടും ഇവർ എല്ലാം കേട്ടിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്നറിയോ? ആര് പറയുന്നവരോട് പറഞ്ഞോട്ടെ, ഞങ്ങൾ ദീന് വളർത്തുന്നത്, ഞങ്ങൾ ഇതാക്കുന്നുള്ളത്. സലാത്ത് ചെല്ലെങ്കിൽ, സലാത്തുൽ ഫാത്തിഹ ചെല്ലെങ്കിൽ എല്ലാ സലാത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂലികൾ കിട്ടുന്ന സംഭവമാണ്. ഈ ഒരു വീഡിയോ കേൾക്കണം കേട്ടോ നിങ്ങൾ. മൂപ്പരായ അള്ളാഹു എനിക്ക് നൽകിയ ഈ ഭവനം കാണാൻ നിങ്ങൾ എല്ലാവരും വരണമെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ ടൈറ്റിൽ കൊടുത്തിട്ട് തന്നെ ഉള്ളത്. കേൾക്കാം നിങ്ങൾ ആ പറയുന്ന വാക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് കരുതാം. ഇൻഷാ അല്ലാഹ് ഞാൻ നൂറെ ഹബീബ് തങ്ങളുടെ അനുജനാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി ഈ വിനീതൻ്റെ ഈ സൈദവറുകളുടെ ഹൗസ് വാമിങ്ങും വീട്ടുകൂടലുമുണ്ട്. കുറേ ആളുകളെ നേരിട്ട് കണ്ടപ്പോൾ പലരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ കൊടക്കാട് 55 എന്ന സ്ഥലത്ത് വീമനാട് റൂട്ടിലാണ് വീട് നിർമ്മിച്ചത്. അൽഹംദുലില്ലാ. നിങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഏപ്രിൽ 12-ാം തീയതി എല്ലാവരും അതിന് വേണ്ടി സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പിന്തുണ ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഹൈറും അല്ലാഹു നൽകട്ടെ. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ല? അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണയും ഇതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇങ്ങനെ ദീന് വിറ്റിട്ട് പടച്ചോനെ നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാം.